ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇത്തവണത്തെ ജെയ് മെയിൻ ജെയ് അഡ്വാൻസ്ഡ് എക്സാം എഴുതി ഈ പ്രാവശ്യത്തെ ജോസ ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയുടെ കൗൺസിലിംഗിൽ പങ്കെടുത്ത് ഫസ്റ്റ് റൗണ്ടിന്റെ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ജൂൺ 14 വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള ഡൗട്ടുകളുമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഡൗട്ട്സ് ഒന്നിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. സോ സീറ്റ് അലോക്കേഷൻ ഫസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത് ജൂൺ 14 അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. ഫീ പേ ചെയ്യണം. നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീ പേ ചെയ്യണം. അലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫീ പേ ചെയ്യണം നിർബന്ധമില്ല. രണ്ടാമത്തത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. അത് NIT പ്ലസ് സിസ്റ്റത്തിനാണെങ്കിലും അതേപോലെ തന്നെ IIT ആണെങ്കിലും ഡിഫറൻസ് ഉണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. റെസ്പോൺസ് ബൈ കാൻഡിഡേറ്റ് ടു ക്വയറീസ് ഇഫ് റിക്വയർഡ്. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് ക്വയറീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അതിനുള്ള നമ്മൾ റെസ്പോൺസ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓഫ്ലൈൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് അഥവാ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലേണ്ടത്, ഈ ഓരോ റൗണ്ടും കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഫൈനൽ കൺക്ലൂഷൻ ആയി കഴിഞ്ഞാൽ അപ്പം മാത്രമാണ് നമ്മൾ അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് അതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ ആ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്, ഓൺലൈൻ ആയിട്ടുള്ള വെരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 18 വൈകിട്ട് 5 മണി വരെയാണ്. ഫീ പേ ചെയ്യാനുള്ള ലാസ്റ്റ് സമയം അതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ആകാതെ, അതായത് നമ്മൾ ഫീ പേ ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ അതിനുള്ള സമയം ജൂൺ 19 വൈകിട്ട് 5 മണി വരെ ഫീ പേയ്മെന്റ് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുള്ള സമയം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തു, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും പോരായ്മകളുമായി ബന്ധപ്പെട്ട് ക്വയറീസ് വന്നു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്ത് അതൊരു തീരുമാനമാക്കാനുള്ള സമയം ജൂൺ 20 ഫ്രൈഡേ വൈകിട്ട് 5 മണി വരെയാണ്. 21 അടുത്ത റൗണ്ട് അലോട്ട്മെന്റ് വരും. അപ്പോൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, ഫീ പേ ചെയ്യുക, എന്തെങ്കിലും ക്വയറീസ് വന്നു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യുക. Now ഈ ക്വയറീസ് വരുന്നതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു കാര്യം പറയാനുള്ളത്, പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ്. ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ഏത് കോഴ്സിനാണോ കിട്ടിയത് അത് മതി, അതിൽ നിങ്ങൾ തൃപ്തരാണ്, ഇനി മാറ്റം ആഗ്രഹിക്കുന്നേ ഇല്ല എങ്കിൽ യു ക്യാൻ ഫ്രീസ്. അതേപോലെ തന്നെ ഫ്ലോട്ട്, നമുക്കിപ്പോൾ കിട്ടിയതും അതിന്റെ മുകളിലേക്കുള്ള ഏതിലും നമ്മൾ റെഡിയാണ്, അല്ലെങ്കിൽ ഏത് ഓപ്ഷനും ഹയർ ഓപ്ഷൻസ് കിട്ടുകയാണെങ്കിൽ പരിഗണിക്കാം എന്നുള്ളതാണ് ഫ്ലോട്ട്. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ തൃപ്തരാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹയർ ഓപ്ഷൻസ് മാത്രം പരിഗണിക്കുന്നതിനെയാണ് സ്ലൈഡ് എന്ന് പറയുക. നിങ്ങൾക്കൊരു സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ചൂസ് ചെയ്ത് നിങ്ങൾ, പല സ്റ്റുഡൻസും ചോദിക്കുന്നു ഫ്ലോട്ടോ സ്ലൈഡോ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ സീറ്റ് കിട്ടില്ലെങ്കിൽ ഈ സീറ്റ് പോകുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് നിങ്ങൾ വിഡ്രോവൽ, അത് സെക്കൻഡ് റൗണ്ടിൽ മാത്രമാണ് ഈ വിഡ്രോവൽ എന്ന് പറയുന്ന, എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്, ഫസ്റ്റ് റൗണ്ട് ഇല്ല. സോ ഇനീഷ്യേഷൻ ഓഫ് വിഡ്രോവൽ ഓഫ് സീറ്റ് ഓർ എക്സിറ്റ് എന്ന് പറയുന്ന കാര്യം റൗണ്ട് 2-ൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ, അതിപ്പോൾ റൗണ്ട് 1-ൽ ഇല്ല, റൗണ്ട് 2-ൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ഉള്ള സീറ്റ് നഷ്ടപ്പെടുന്നുള്ളൂ. ഫ്ലോട്ട്, സ്ലൈഡ്, ഫ്രീസ്, ഈ 3-ൽ ഏതെങ്കിലും നിങ്ങൾ നിർബന്ധമായി കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ കൊടുത്തു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉള്ള സീറ്റ് ഒരിക്കലും സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഹയർ ഓപ്ഷൻസിലേക്ക് പോയില്ല. അപ്പൊ ഈ സീറ്റ്, ഇപ്പൊ കിട്ടിയ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും, provided that you uploaded the documents and paid the seat acceptance fee. ഇതാണ് അതിൽ പറയാനുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ ഡോക്യുമെന്റ് അപ്ലോഡുമായി ബന്ധപ്പെട്ട് +2-ന്റെ കൂടെ ക്ലിയർ ചെയ്ത വിദ്യാർത്ഥികൾക്ക്, യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ +2-ന്റെ കൂടെ തന്നെ ജെയ് മെയിൻസും അഡ്വാൻസ് ഒക്കെ ക്ലിയർ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അവര് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രയാസം, +2 മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ +2 മാർക്ക് ഷീറ്റ് കേരള ബോർഡിൽ പഠിച്ച കുട്ടികൾക്ക് ഇതുവരെ +2 മാർക്ക് ഷീറ്റിന്റെ ഒറിജിനൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്, പല സ്റ്റുഡൻസും കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം, +2-ന്റെ നമ്മൾ HSCയുടെ വെബ്സൈറ്റിൽ നിന്ന് റിസൾട്ട് നോക്കുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യുന്ന അതിന്റെ പ്രിന്റ് ഔട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് ആക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഒക്കെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, ABC അക്കൗണ്ട് അല്ലെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ട് എന്ന് പറയുന്ന നമ്മുടെ അക്കാഡമിക്കുമായി ബന്ധപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ മറ്റു മൊത്തത്തിലുള്ള നമ്മുടെ ഡോക്യുമെന്റ്സ് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്ന ഡിജി ലോക്കർ അക്കൗണ്ടിൽ +2-ന്റെ മാർക്ക് ഷീറ്റ് ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. ആ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ പറയുന്നതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് ഷോയും ഈ കാണുന്ന, നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഡിജി ലോക്കർ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആധാർ ID കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതെന്റെ ഡിജി ലോക്കർ അക്കൗണ്ടാണ്. അതിൽ നിങ്ങൾക്ക് ക്ലാസ് 12-ന്റെ പാസിംഗ് സർട്ടിഫിക്കറ്റ്, ഞാൻ ഒരുപാട് വർഷം മുന്നേ പാസ്സായതാണ്, ബട്ട് ഇപ്പോഴും നിങ്ങൾ ഏറ്റവും, അതായത് ഈ വർഷം +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ +2 സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രോബബ്ലി ആ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ പഠിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച
ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സീലോ അതല്ലെങ്കിൽ പ്രിൻസിപ്പൾ സീല് അല്ലെങ്കിൽ സ്കൂൾ സീൽ ഇതൊക്കെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും. സോ അതിന്റെ കാരണവശാലും ചിലപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇൻ കേസ് സ്കൂൾ സീൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് പ്രിന്റ് നല്ലൊരു കളർ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സ്കൂളിൽ ചെന്നിട്ട് പ്രിൻസിപ്പളെ കൊണ്ട് അതിൽ സീല് അല്ലെങ്കിൽ സൈൻ ചെയ്യിപ്പിച്ച് സ്കൂൾ സീലും വാങ്ങി അതിന്റെ ഒരു സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്താലും മതിയാവും. ദാറ്റ് വാസ് ആക്സെപ്റ്റഡ് ഇൻ ദ ലാസ്റ്റ് ഇയർ. അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ വർഷം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, സോ ഇൻ കേസ് നിങ്ങൾക്ക് +2 മാർക്ക് ഷീറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം ഇതാണ്. ഈ പറയുന്ന ക്വയറീസിനുള്ള റെസ്പോൺസ് ഈ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും അവസാനം നിങ്ങൾ ചെയ്യേണ്ട ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് June 20 ഇനി നമ്മുടെ റൂൾസിൽ ഈ സീറ്റ് കൺഫർമേഷനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ദ സീറ്റ്, അതിൽ ഫ്രീസ്, സ്ലൈഡ്, ഫ്ലോട്ട് ഓപ്ഷൻസ് ഉണ്ടാകും. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ പേ ദ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ. ഇനി ഇതിൽ തന്നെ ലെറ്റ്സ് സേ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് NIT കിട്ടി, നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ഹയർ ഓപ്ഷൻ ആയിട്ട് ഒരു IIT കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഡോക്യുമെന്റ്സ് വീണ്ടും അപ്ലോഡ് ചെയ്യണം. എന്നാൽ സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും NIT ആണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ വെരിഫൈ ചെയ്ത ഡോക്യുമെന്റ്സ് തന്നെ ധാരാളം. NIT-കൾക്ക് ഒരു സെറ്റ് ഓഫ് വെരിഫിക്കേഷനും IIT-കൾക്ക് വേറൊരു സെറ്റ് ഓഫ് വെരിഫിക്കേഷനും ആണ്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ലോവർ IIT കിട്ടി, നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ മറ്റൊരു NIT-ലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് വീണ്ടും രണ്ടാമത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. NIT-കളിലേക്കോ IIT-കൾക്കോ അങ്ങോട്ടോ മാറുമ്പോഴാണ് ഇത് വേണ്ടി വരിക. ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തു NIT പ്ലസ് സിസ്റ്റത്തിന് ഒരു പ്രാവശ്യവും IIT പ്ലസ് സിസ്റ്റത്തിന് ഒരു പ്രാവശ്യമാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. ഹയർ ഓപ്ഷൻസിലും അതേ നിങ്ങൾക്ക് ഏതാണോ ഇപ്പൊ കിട്ടിയിട്ടുള്ള NIT പ്ലസിൽ തന്നെയാണ് വരുന്നതെങ്കിൽ ഡോക്യുമെന്റ്സ് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇനി വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നോൺ പേയ്മെന്റ് ഓഫ് സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ. ഈ ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടി, ഹയർ ഓപ്ഷന് വെയിറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഫീ അടക്കണം. അതായത് ഫീ അടച്ചില്ല എങ്കിൽ ഇറ്റ്സ് എ ഫോം അല്ലെങ്കിൽ ഇറ്റ്സ് എ വൺ ഓഫ് ദ വേസ് ടു റിജക്ട് ദ ഓഫേർഡ് ഓർ അലോക്കേറ്റഡ് സീറ്റ് ആൻഡ് വിൽ ബി ട്രീറ്റഡ് ആസ് റിജക്ഷൻ ഓഫ് ദ അലോക്കേറ്റഡ് സീറ്റ് ബൈ ദ കാൻഡിഡേറ്റ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ കാൻഡിഡേറ്റ് വിൽ നോ ലോങ്ങർ ബി ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സീറ്റ് അലോക്കേഷൻ പ്രോസസ്. അതായത് ഫസ്റ്റ് റൗണ്ട് കിട്ടിയ സീറ്റിന്റെ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, സെക്കൻഡ് റൗണ്ടിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ഫീസ് അടച്ചിരിക്കണം. അല്ലാതെ ഫസ്റ്റ് റൗണ്ട് കിട്ടിയ സീറ്റ് വേണ്ട, ഹയർ ഓപ്ഷൻ നോക്കാം എങ്കിൽ ഹയർ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ തന്നെ നിങ്ങൾ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീ എന്ന് പറയുന്ന ഫീ അടച്ചിരിക്കണം. അത് SC ST ഡിഫറൻഷ്യൽ ഏബിൾഡ് സ്റ്റുഡൻസിന് 15,000 ആണെങ്കിൽ OBC ജനറൽ EWS സ്റ്റുഡൻസിന് 30,000 ആണ്. അതിൽ 5,000 ജോസയുടെ അതിന്റെ പ്രൊസീജിയർ ഫീ ആണ്. ബാക്കി 25,000 നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ അല്ലെങ്കിൽ 15,000 SC ST സ്റ്റുഡൻസ് ആണെങ്കിൽ 15,000 5,000 കഴിഞ്ഞ് ബാക്കി 10,000 നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ അഡ്മിഷൻ അതേപോലെ തന്നെ ട്യൂഷൻ ഫീയിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഫീ അടച്ചതിന് ശേഷം സെക്കൻഡ് റൗണ്ടിൽ വിഡ്രോവൽ ഓർ എക്സിറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ 30,000 അടച്ച ഒരാൾക്ക് 7,000 ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക. 23,000 റീഫണ്ട് ചെയ്യും. അതായത് ജോസയുടെ പ്രൊസീജിയറിന് വേണ്ട 5,000ഉം അത് കൂടാതെ നിങ്ങൾ അലോട്ട് ചെയ്ത സീറ്റ് ഒഴിവാക്കി പോരുന്നത് കൊണ്ട് 2,000 രൂപ ഫൈനുമായിട്ട് 7,000 കഴിഞ്ഞ് ബാക്കി 23,000 റീഫണ്ട് ചെയ്യും. സോ ഈ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നൗ റെസ്പോണ്ട് ടു ക്വയറീസ്, അതായത് വൺസ് അഗെയിൻ നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫൈഡ് ആൻഡ് കൺഫേംഡ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിൻഡോ അവിടെ വരുന്നത് വരെ, കംപ്ലീറ്റ് കാര്യങ്ങളും കൺഫേം ആണോ കറക്റ്റ് ആണെന്ന് വരുന്നത് വരെ നിങ്ങൾ എല്ലാ ദിവസവും 2-3 നേരം ജോസയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ക്വയറീസ് എന്തെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിൽ എന്തെങ്കിലും പോരായ്മകൾ ഉള്ളതായിട്ട് റെസ്പോൺസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ നിങ്ങൾ നിർബന്ധമായിട്ടും അയക്കണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത മാർക്ക് ഷീറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർ കൃത്യമായി പറയും ഇന്നതാണ് ഡോക്യുമെന്റിലുള്ള പോരായ്മ, അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കണം. June 20 മുന്നേ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.